ഹലോ ഹലോ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ജ്ഞാനം അഥവാ വിസ്ഡം എന്നതിനെ പറ്റിയാണ്. ഇവിടെ വിസ്ഡം അഥവാ ജ്ഞാനം അത് സ്വയം സംസാരിക്കുന്ന രീതിയിലാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അതായത് പെർസോണിഫിക്കേഷൻ ഓഫ് വിസ്ഡം. ദൈവിക ജ്ഞാനത്തിൻ്റെ സ്വഭാവം, പ്രാധാന്യം, അതിൻ്റെ നിത്യത, എറ്റേണിറ്റി എന്നിവയാണ് നമ്മൾ ഇന്നിവിടെ ചിന്തിക്കുന്നത്. ഒന്ന്, ജ്ഞാനത്തിൻ്റെ സ്വഭാവവും ഭരണാധികാരവും. തിന്മയോടുള്ള വെറുപ്പ്, ദൈവഭയം, എന്നാൽ തിന്മയെ വെറുക്കുക എന്നതാണ്. അതായത് ദൈവഭയം ഉള്ളവൻ അറിവുണ്ട്, അറിവുള്ളവൻ തിന്മയെ വെറുക്കുമെന്ന്. അഹങ്കാരം, ഗർവ്, ദുർമാർഗം, വക്രതയുള്ള സംസാരം എന്നിവയെ ജ്ഞാനം വെറുക്കുന്നു. അറിവുള്ളവൻ അത് ചെയ്യുകയില്ല. ആലോചനയും ബലവും. നല്ല ആലോചനയും ബുദ്ധിയും ജ്ഞാനത്തിൻ്റേതാണ്. ശക്തിയും വിവേകവും ജ്ഞാനത്തിൽ അടങ്ങിയിരിക്കുന്നു. അവൻ പെട്ടെന്ന് എടുത്തു ചാടുകയില്ല. അവനൊന്ന് ചിന്തിച്ചിട്ട് അവന് ചെയ്യാനുള്ളത് ചെയ്യുകയും പറയാനുള്ളത് പറയുകയും ചെയ്യുകയുള്ളൂ. 3, ഭരണാധികാരികളുടെ വഴികാട്ടി. അതായത് രാജാക്കന്മാരും പ്രഭുക്കന്മാരും നീതിയോടെ ഭരണം നടത്തുന്നത് ജ്ഞാനം മുഖാന്തരമാണ്. ഇനി ജ്ഞാനം നൽകുന്ന നമുക്ക് എന്തെല്ലാം ജ്ഞാനം കൊണ്ട് ലഭിക്കുമെന്നുള്ളതാണ്. അന്വേഷിക്കുന്നവർക്ക് ജ്ഞാനം ലഭിക്കും. തന്നെ സ്നേഹിക്കുന്നവരെ ജ്ഞാനവും സ്നേഹിക്കുന്നു. ശ്രദ്ധയോടെ അന്വേഷിക്കുന്നവർ ജ്ഞാനത്തിനെ കണ്ടെത്തുന്നു. യഥാർത്ഥ ധനം സ്വർണത്തെക്കാളും തങ്കത്തെക്കാളും വെള്ളിയേക്കാളും ശ്രേഷ്ഠമാണ്. അതാണ് ജ്ഞാനത്തിൻ്റെ ഫലം. ജ്ഞാനം ധനമാണ്. നീതിയുള്ള പാത. ജ്ഞാനം നീതിയുടെയും ന്യായത്തിൻ്റെയും പാതയിലൂടെ നയിക്കുകയും തന്നെ സ്നേഹിക്കുന്നവർക്ക് ശാശ്വതമായ ഐശ്വര്യവും സമ്പത്തും നൽകുകയും ചെയ്യുന്നു. അല്പം കഠിനമായ സബ്ജക്റ്റാണിത്, പക്ഷേ നല്ല ഒരു വിഷയമാണ്. നമുക്ക് ചിന്തിക്കാവുന്ന വിഷയമാണ്. നന്ദി.